ചില മുൻഗാമികൾ പറഞ്ഞു, മരണത്തെക്കുറിച്ച് ധാരാളമായി ഓർമ്മിച്ചു കഴിഞ്ഞാൽ 3 കാര്യങ്ങൾ കൊണ്ട് അയാൾ ആദരിക്കപ്പെടും. ഒന്ന് തഅജീലി തൗബ വഖനാഅത്തിൽ ഖൂത് വനശാത്തിൽ ഇബാദ. തൗബ വർദ്ധിപ്പിക്കാൻ അയാൾക്ക് സാധിക്കും, തൗബ വേഗത്തിലാക്കാൻ അയാൾക്ക് സാധിക്കും. അതുപോലെ ഉള്ളതിൽ തൃപ്തനാകാൻ, സംതൃപ്തനാകാൻ അയാളെ അത് സഹായിക്കും. അതുപോലെ തന്നെ ഇബാദത്തിൽ കൂടുതൽ പരിശ്രമിക്കാൻ, ഉത്സാഹിക്കാൻ അത് സഹായിക്കും. മരണചിന്ത കൊണ്ട് കിട്ടുന്ന 3 കാര്യങ്ങളാണ്. ഈ സഹോദരങ്ങളെ നമുക്ക് കിട്ടണം. തൗബയും ഇസ്തിഗ്ഫാറും വർദ്ധിപ്പിക്കണം, നമ്മുടെ ജീവിതം നന്നാക്കണം, നമ്മുടെ വിശ്വാസം, നമ്മുടെ കർമ്മം, നമ്മുടെ ആചാരം, നമ്മുടെ അനുഷ്ഠാനം, നമ്മുടെ സ്വഭാവം, നമ്മുടെ ഇടപാടുകൾ, നമ്മുടെ സാമ്പത്തിക വിശുദ്ധി, ഇതെല്ലാം സഹോദരങ്ങളെ നാം ശരിയാക്കേണ്ടതുണ്ട്. ആളുകളുമായുള്ള ബന്ധം ഇതെല്ലാം നാളെ പരലോകത്ത് നമുക്കെതിരായി വരുന്നതാണ്. അതുകൊണ്ട് ഇതിൽ നിന്നെല്ലാം തൗബ ചെയ്ത് വേഗത്തിൽ റബ്ബിലേക്ക് മടങ്ങാൻ മരണചിന്ത നമ്മെ സഹായിക്കും. അതുപോലെ ഉള്ളതിൽ തൃപ്തനാകാൻ നമുക്ക് സാധിക്കണം, ഉള്ളതിൽ നമ്മൾ സംതൃപ്തനായിരിക്കണം. കിട്ടിയതിൽ ഹലാലോ ഹറാമോ എന്ന് നോക്കാതെ എന്തും വാരി പിടിക്കുന്ന അവസ്ഥയിലേക്ക് നാം എത്തരുത്. അതുപോലെ ഇബാദത്തുകൾ, അതിൽ നാം മുന്നേറണം. ഏതൊരു ചെറുതും വലുതുമായ ഇബാദത്തുകളുണ്ടോ അതിൽ നമുക്ക് മുന്നേറാൻ സാധിക്കണം, അതിൽ മുൻപന്തിയിലെത്താൻ നമുക്ക് സാധിക്കണം. മരണചിന്ത കൊണ്ട് കിട്ടുന്ന കാര്യമാണ്. ഇനി മരണചിന്ത മറന്നുപോയാൽ 3 കാര്യങ്ങൾ കൊണ്ട് ശിക്ഷിക്കപ്പെടും. ഒന്ന്, തൗബ ബിന്ദിക്കുക. അവൻ പറയും, നാളെ തൗബ ചെയ്യാം. ഒരു ചെറുകഥ പറയപ്പെട്ടിട്ടുണ്ട്, ഖാല സഅതൂബു ഗദൻ നാമ വലം യസ്തൈഖിൽ. ഒരുവൻ പറഞ്ഞു, നാളെ തൗബ ചെയ്യാം, എന്നിട്ട് അവൻ ഉറങ്ങി, പിന്നീട് എഴുന്നേറ്റില്ല. നാളെ തൗബ ചെയ്യാം, നാളെ നന്നാവാം എന്ന് പറഞ്ഞ എത്രയോ ആളുകൾ പിന്നെ എഴുന്നേറ്റിട്ടില്ല. അവസാനം മരിക്കുന്ന സമയത്ത് അവൻ പറയും, ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്ത്. അല്ലാഹുവേ, ഞാൻ വിട്ടേച്ചു പോയ കർമ്മങ്ങൾ ചെയ്യാൻ ഒന്നെന്നെ മടക്കി അയക്കണേ റബ്ബേ എന്ന് മരണവെപ്രാളത്തിന്റെ സമയത്ത് അവൻ പറയും. അവനുള്ള മറുപടി, കല്ല, ഒരിക്കലും സാധിക്കുകയില്ല എന്നാണ്. അതുകൊണ്ട് തൗബ ബിന്ദിക്കുക എന്നത് മരണം മറന്നാലാണ് സംഭവിക്കുക. കിട്ടിയത് മതിയാവുകയില്ല. മരണം മറന്നാൽ ഹലാലെന്നോ ഹറാമെന്നോ നോക്കാതെ എന്തും വെട്ടിപ്പിടിക്കുക, ആളുകളുടെ ഒന്നും പരിഗണിക്കുകയില്ല. എന്റെ സമ്പത്ത് എന്ന ചിന്ത മാത്രമായിരിക്കും. ഇബാദത്തിന്റെ കാര്യത്തിൽ അലസത വരും. ബാങ്ക് വിളിക്കും, അവൻ കേൾക്കും, പക്ഷെ മസ്ജിദിലെത്തുകയില്ല, ദിക്റുണ്ടാവുകയില്ല, ഖുർആൻ പാരായണം ഉണ്ടാവുകയില്ല. ഇബാദത്തുകളുടെ കാര്യത്തിൽ അലംഭാവമായിരിക്കും. ഇത് സഹോദരങ്ങളെ മരണചിന്ത മറന്നുപോയാൽ കിട്ടുന്ന ശിക്ഷയാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ മരണചിന്ത വർദ്ധിപ്പിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.